ഇത് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന വീഡിയോ ആണ്. പക്ഷേ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് ആ തിരക്കിനിടയിൽ കഴിഞ്ഞില്ല. ഈ വീഡിയോ അതെ ഞാൻ ഇക്കയും മോളും പോയതിന് ശേഷമാണ് എടുക്കാൻ തുടങ്ങിയത്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും അതെ ക്ലീനിങ്ങും കുക്കിങ്ങും തന്നെയാണ് എൻ്റെ പണി. അവർ കഴിച്ചിട്ട് പോയതെല്ലാം എടുത്തു വെക്കുകയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ ഞാൻ ചായ കുടിക്കുന്നത് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ എല്ലാതും അവിടെ ഇട്ടിട്ട് ചായ കുടിച്ചിട്ടാവും ചെയ്യുക. ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നറിയില്ലേ, അതുപോലത്തെ ഒരാളാണ് ഞാൻ. എനിക്ക് ചായ ഭയങ്കര നിർബന്ധമാണ്. അത് പതിയെ പതിയെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ചില ദിവസങ്ങളിലൊക്കെ ചായ കുടിക്കാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അത് 4 ആവും. അത്രയും ഞാൻ കുടിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ കാർപ്പറ്റ് ഉണ്ടല്ലോ, ഇക്കാടെ നിർബന്ധത്തിൽ ഞാൻ എടുത്തിട്ടതാണ്. ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ഇതിടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എന്ത് ചെയ്താലും ഇതിൻ്റെ മേളിൽ വന്നിട്ടേ ചെയ്യുള്ളൂ. എൻ്റെ ക്ലീനിങ് ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എൻ്റെ ചെറിയ മോനുണ്ടല്ലോ, അവൻ പച്ചപ്പാതിര വരെ കളിച്ചുകൊണ്ടിരിക്കും, എന്നെയും ഉറക്കില്ല. ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുന്നത് വെറുതെയാണ്. കുട്ടികൾ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഇതൊക്കെ പഴയ പോലെയാവും. എന്നാലും നമ്മളിതൊക്കെ ചെയ്തിടണമല്ലോ, എന്നാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം പോലെ വേറെ ലോകത്ത് എവിടെ ചെന്നാലും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എത്ര നിർത്തിയാലും അവരത് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. ചില സമയത്തൊക്കെ ദേഷ്യം വരും. കാരണം ഈ മോശമായി കിടക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലൊക്കെ കയറി വരുന്നത്. അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ. ആ സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വഴക്ക് പറയും. ചിലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാൻ സമയത്ത് ഞാൻ അവരെയും കൂടി കൂട്ടാറുണ്ട്. ചില സമയത്തൊക്കെ 2 ഒച്ചയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാത്രം കഴുകാനാണ് നിന്നത്. പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു. അതാണിപ്പോൾ ഞാൻ കാണിക്കുന്നത്. ചെറുപ്പത്തിൽ ഞാനുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് മുള്ളു കൊണ്ടാൽ തന്നെ ഭയങ്കരമായിട്ട് കരയുമായിരുന്നെന്ന് എല്ലാവരും പറയേ. പക്ഷേ ഇപ്പോഴത്തെ ഞാനുണ്ടല്ലോ, അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയ സമയത്തുണ്ടല്ലോ, താഴെ ഇരുന്നിട്ട് എഴുന്നേറ്റപ്പോൾ ഒരു വിരൽ കുത്തിയിട്ടാണ് എഴുന്നേറ്റത്. ഫുൾ പ്രഷറും ഞാൻ ആ ഒരു വിരലിനാണ് കൊടുത്തത്. ഒരു ടിക്ക് എന്നുള്ള സൗണ്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വേദനയാണ്. ലിഗമെൻറ്റ് പൊട്ടിപ്പോയി എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു ഓപ്പറേഷൻ വേണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആ കൈ കൊണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളിങ്ങനെയൊക്കെ മാറ്റുന്നത്. പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഓവർനൈറ്റ് ഓട്സ് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.